2025 പത്മപ്രഭ പുരസ്കാര ജേതാവായ വ്യക്തി ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. 2025 ഏപ്രിലിൽ അന്തരിച്ച 2001 ദ്രോണാചാര്യ അവാർഡ് ജേതാവായ 19 വർഷം ഇന്ത്യൻ റൈഫിൾ ഷൂട്ടിംഗ് ടീം പരിശീലകൻ സണ്ണി തോമസ്. ആമസോൺ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രൊജക്ട് കൈപ്പർ. 2025 ഫിജിയുടെ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം നേടിയത് മധുസൂദനൻ സായ്. റെഡ് ബട്ടൺ റോബോട്ടിക് കോപ്പ് എന്ന പേരിൽ റോബോട്ടിക് പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയ നഗരം ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഗോവ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് ചെയർമാനായി നിയമിതനായത് അലോക് ജോഷി. വികലാംഗർക്ക് താങ്ങാനാകുന്ന വിലയിൽ സഹായക ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംരംഭം കെ ഡിസ്ക് സ്ട്രൈഡ് പദ്ധതി. കുഞ്ഞുങ്ങൾക്ക് പേര് കണ്ടെത്താൻ വെബ്സൈറ്റ് തുടങ്ങുന്ന സംസ്ഥാനം തമിഴ്നാട്. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യമൊരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ലോക കേരളം ഓൺലൈൻ. 2025 ഏപ്രിലിൽ കാനഡയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് കാർണി. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ CMD മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി സഞ്ജയ് ഖന. രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഗ്യാൻ പോസ്റ്റ്. 2025 എഡ്ജ് സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ടിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി വേവ്സ് 2025 വേദി മുംബൈ. 2025 നോർത്തേൺ ആർമി കമാൻഡിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായത് പ്രതീക് ശർമ്മ. 2025 മെയ്യിൽ RBI ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് പൂനം ഗുപ്ത. 2025 മെയ്യിൽ ഉക്രൈനുമായി ധാതു കരാറിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ നഗരം ഗാസിയാബാദ്. 2025 ഏപ്രിലിൽ അന്തരിച്ച നിരവധി കുപ്രസിദ്ധ കൊലപാതക കേസുകളിലെ ക്രിമിനൽ അഡ്വക്കേറ്റ് BA ആളൂർ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി രൂപീകരിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ECINET. അടുത്തിടെ 7.4 തീവ്രതയിൽ ഭൂചലനമുണ്ടായ രാജ്യം അർജന്റീന. കായിക വകുപ്പിന്റെ കീഴിലുള്ള ലഹരിമുക്ത ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്. ലോകത്തിലെ ആദ്യത്തെ ജീനോം എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അടുത്തിടെ KCA 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ
മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ശ്രീശാന്ത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 ഒന്നാം സ്ഥാനത്തുള്ളത്. നോർവേ. 15 മണിക്കൂറോളം വാർത്താ സമ്മേളനം നടത്തി റെക്കോർഡ് സ്ഥാപിച്ചത്. മുഹമ്മദ് മുയിസു. 2025 7ാമത് ഖേലോ യൂത്ത് ഗെയിംസിന് തുടക്കം കുറിച്ചത്. ബീഹാർ. 2025 മെയ് 4 അന്തരിച്ച സാമൂഹിക പ്രവർത്തക KV റാബിയ. 2025 മെയ്യിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോറൻസ് വോങ്. 2025 പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയത്. ലാ പ്രെൻസ. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അടുത്തിടെ പുറത്തിറക്കിയത്. ഓസ്ട്രേലിയ. 2024 മെയ് മുതലുള്ള മത്സരങ്ങൾ കണക്കിലെടുത്ത് ICC റാങ്കിങ്ങിൽ ഏകദിന ഫോർമാറ്റിലും T20 ഫോർമാറ്റിലും ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടുന്ന ജർമ്മൻ ഫുട്ബോൾ താരം എന്ന ടോണി ക്രൂസിന്റെ റെക്കോർഡിന് ഒപ്പമെത്തിയത് തോമസ് മുള്ളർ. ഫോർമുല 1 കാറോട്ട മത്സരമായ മയാമി ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ഓസ്കാർ പിയസ്ട്രി. 2025 ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്റണി ആൽബനീസ്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ 096. 2025 260ാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ വേലുത്തമ്പി ദളവ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന സിംഗിൾ പോയിന്റ് ആപ്പ് ECI-NET. ജീനോം എഡിറ്റഡ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യം ഇന്ത്യ. ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്ന പദ്ധതി മുക്തോദയം. ICC പുരുഷ ലോക റാങ്കിംഗ് 2025 പുരുഷ ODI ടീം റാങ്കിങ്ങിൽ ഒന്നാമത് ഇന്ത്യ. ICC പുരുഷ ലോക റാങ്കിംഗ് 2025 പുരുഷ ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ ഒന്നാമത് ഓസ്ട്രേലിയ. ICC പുരുഷ ലോക റാങ്കിംഗ് 2025 പുരുഷ അന്താരാഷ്ട്ര T20 ടീം റാങ്കിങ്ങിൽ ഒന്നാമത് ഇന്ത്യ. കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കിയ ആദ്യ ഇംഗ്ലീഷ് നോവൽ ദി ഡെഡ് നോ നത്തിങ്. 2025 കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതനായത് OM ശാലീന. പഹൽഗാം ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ. അടുത്തിടെ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യം UK. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തിടെ യുനെസ്കോയിൽ നിന്നും പിന്മാറൽ പ്രഖ്യാപിച്ച രാജ്യം നിക്കരാഗ്. അടുത്തിടെ അന്താരാഷ്ട്ര നാണയനിധിയിലെ
എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടത്? KV സുബ്രഹ്മണ്യൻ. 267 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? പോപ്പ് ലിയോ 16. 2025 മെയ്യിൽ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ച പ്രവിശ്യ? ബലൂചിസ്ഥാൻ. എസ്ക്വയർ മാഗസിൻ പുറത്തിറക്കിയ 2025 ഏറ്റവും ധനികരായ 10 നടന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ? ഷാരൂഖ് ഖാൻ. 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം? S-400. 2025 മെയ്യിൽ അന്തരിച്ച ജർമ്മൻ റേസിംഗ് ഡ്രൈവർ? ജോച്ചൻ മാസ്. ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം? ബാബു ജീവനം. 2025 മെയ്യിൽ അന്തരിച്ച മുൻ അർജന്റീന ഫുട്ബോൾ താരം? ലൂയിസ് ഗാൽവാൻ. 2024-25 അധ്യയന വർഷത്തെ SSLC വിജയ ശതമാനം? 99.5%. 2024 ജർമ്മനിയുടെ ചാൻസലറായി നിയമിതനായത്? ഫ്രെഡറിക് മേഴ്സ്. ഇന്ത്യയുടെ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി US ഇന്ത്യക്ക് വിൽക്കാൻ തീരുമാനിച്ച സാങ്കേതിക വിദ്യ? ഹോങ് ഹൈ 360. CCI ബിലാർഡ്സ് ക്ലാസിക് 2025 ജേതാവായത്? പങ്കജ് അദ്വാനി. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US യൂണിവേഴ്സിറ്റി? ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 2025 പ്രഖ്യാപിച്ച സത്യജിത് റേ പുരസ്കാര ജേതാവ്? S കുമാർ. 2025 സത്യജിത് റേ പുരസ്കാരം മികച്ച നടൻ? ജാഫർ ഇടുക്കി. 2025 സുധീർമാൻ കപ്പ് ജേതാക്കൾ? ചൈന. ചന്ദ്രനിൽ വഴികാട്ടാൻ GMV എന്ന സ്പാനിഷ് കമ്പനി ഒരുക്കുന്ന നാവിഗേഷൻ സംവിധാനം? ലുപിൻ. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ ബാക്ടീരിയ? എക്സിക്കോ ബാക്ടീരിയം അബ്രഹാമി. 2025 മെയ്യിൽ കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത്? മനോജ് എബ്രഹാം. 2025 മെയ്യിൽ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത്? MR അജിത് കുമാർ. 2025 മെയ്യിൽ അഗ്നിരക്ഷാ വിഭാഗം മേധാവിയായി നിയമിതനായത്? യോഗേഷ് ഗുപ്ത. 2025 മെയ്യിൽ കേരള പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത്? ബൽറാം കുമാർ ഉപാധ്യായി. ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ നൽകിയ പേര്? ബുനാൻ ഉൽ മർസൂസ്. 2025 മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം? വിരാട് കോഹ്ലി. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത്? ജസ്റ്റിസ് സൂര്യകാന്ത്. പണ്ഡിറ്റ് ലക്ഷ്മി ചന്ദ് കലാകാർ സാമാജിക് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനം? ഹരിയാന. 2024 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാര നോവൽ പുരസ്കാരം? സന്തോഷ് കുമാർ. ജ്ഞാനഭാരം.
2024 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം, ചെറുകഥാ പുരസ്കാരം. സന്തോഷ് എച്ചിക്കാനം, കവണാം. 2024 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം, യുവകഥാ പുരസ്കാരം. ഷാഫി പൂവത്തിങ്കൽ. 2025 കേരള പ്രീമിയർ ലീഗിൽ ജേതാക്കളായത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. 2024 മെയ്യിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ബോബ് കൗപ്പർ. ഇംഡെക്സ് ഏഷ്യ 2025 വേദി സിംഗപ്പൂർ. 2025 മെയ്യിൽ UPSC ചെയർമാനായി നിയമിതനായത് അജയ് കുമാർ. താപ്തി ബേസിൻ മെഗാ റീചാർജ് പദ്ധതിക്കായി മധ്യപ്രദേശിനൊപ്പം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 മെയ്യിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ലക്നൗ, ഉത്തർപ്രദേശ്. 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം കോസ്മോസ് 482. 2031 മുതൽ ഫിഫ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 48. 2025 മെയ്യിൽ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായി നിയമിതനായത് കാർലോ ആൻസിലോറ്റി. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. 2025 മെയ്യിൽ ചെസ് വിലക്കേർപ്പെടുത്തിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 78ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ ലൈഫ് അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് റോബർട്ട് ഡി നിറോ. 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈ ബെൽബോൺ. ഇന്ത്യയിൽ 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ നിലവിൽ വന്നതെവിടെ? നോയിഡ, ബംഗളൂരു. 15 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ നഴ്സുമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച രാജ്യം UAE. സാഗർമാത സമ്പാദ് ഉച്ചകോടിക്കായി നേപ്പാളിന് 15 ഇലക്ട്രിക് വാഹനങ്ങൾ നൽകിയ രാജ്യമേത്? ഇന്ത്യ. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നതെവിടെ? ഡെൻമാർക്ക്. ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ട്രക്ക് അവതരിപ്പിച്ച ഗ്രൂപ്പ് ഏത്? അദാനി ഗ്രൂപ്പ്. 2025 മെയ്യിൽ അന്തരിച്ച 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ സുബ്ബണ്യ അയ്യപ്പൻ. 2025 മെയ്യിൽ കാനഡയുടെ വിദേശകാര്യമന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ അനിത ആനന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.